കണ്ണെത്താ ദൂരം പരന്നുകിടക്കുന്ന കാപ്പിച്ചെടികൾക്ക് നടുവിലൂടെ നിലത്തുറയ്ക്കാത്ത കാലുകളും വലിച്ചു വെച്ചുകൊണ്ട് അയാൾ നടക്കാൻ തുടങ്ങി. ജോസ്, ആറ്റുവായ്ക്കൽ ജോസ്, ഏക്കറോളം വരുന്ന ആ കാപ്പിത്തോട്ടങ്ങളുടെ ഉടമ, ഹൈറേഞ്ച് ഭരിക്കുന്ന ദയ തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത മനുഷ്യമൃഗം. കാലൻകോഴിയുടെ കൂവൽ അകലെ എവിടെ നിന്നോ ഒഴുകിയെത്തുന്നത് കേട്ട് ഒരു പൊട്ടിച്ചിരിയോടെ ജോസ് അതിനൊപ്പം കൂവി. രാവ് ഏകദേശം 2 മണിയോടടുത്തിരുന്നു. പെട്ടെന്നാണ് നിതാന്ത നിശ്ചലമായ രാത്രിയെ നെടുകെ പിളർന്നുകൊണ്ട് ഇടിവെട്ടിയത്. വെള്ളി വെളിച്ചം പോലുള്ള മിന്നൽ പിണർ മുഖത്തടിച്ചതും ജോസ് ആകാശത്തേക്ക് നോക്കി അലറി. ആറ്റുവായ്ക്കൽ ജോസ് മുതലാളിയുടെ സമ്മതമില്ലാതെ ഒരു മറ്റവനും ഇവിടെ കുറയ്ക്കണ്ട. നാക്ക് ഞാൻ ചവിട്ടിപ്പറിച്ചെടുക്കും. ഇന്ന് ജോസിന്റെ ദിവസമാണ്. പൊട്ടിക്കിളിർത്തു വരാൻ തുടങ്ങിയൊരു പടുമുള്ള കണ്ടപ്പോൾ വേറടക്കം പിഴുതെടുത്ത് ആവേശം ആഘോഷവും കഴിഞ്ഞ് മണ്ണിലടിയിലോട്ട് തന്നെ ചവിട്ടിത്താഴ്ത്തിയിട്ട് തെളിവില്ല എന്നും പറഞ്ഞ് പോലീസും കോടതിയും നിരപരാധിയെന്ന് പറഞ്ഞ് ജോസിനെ വിട്ടയച്ച ദിവസം. ഇത്രയുള്ളൂ ഈ നാട്ടിലെ പോലീസും കോടതിയും. കാശുള്ളവന്റെ കൂടെയേ നിൽക്കത്തുള്ളൂ. അതറിയാതെ ജോസിന്റെ അടുത്ത് കൊണവാധികാരത്തിന് വന്ന ഒറ്റയെണ്ണത്തിനെയും ഞാൻ വച്ചേക്കുകയല്ല. അങ്ങനെ എവനേലും വരാൻ തോന്നിയാ കാഞ്ഞിരത്തെ തൂങ്ങിയാടി ചത്തവളെ ഓർത്തോണം. കുഴയുന്ന നാവുകൊണ്ട് എന്തൊക്കെയോ പുലമ്പിയും അസഭ്യം പറഞ്ഞും അഴിഞ്ഞുപോകാൻ തുടങ്ങിയ മുണ്ടഴിച്ച് ഒന്നുകൂടി മുറുക്കിയെടുത്ത് അയാൾ മുന്നോട്ട് തന്നെ നടന്നു. കാലൻകോഴിയുടെ കൂവൽ കൂടി വന്നു. അതോടൊപ്പം എങ്ങുനിന്നെന്നറിയാത്തൊരു കാറ്റ് അവിടെ വീശിയടിക്കാൻ തുടങ്ങി. ആ കാറ്റിൽ അസഹ്യമാവിധം കാപ്പിപ്പൂക്കളുടെ ഗന്ധം അയാളുടെ മൂക്കിലേക്ക് അടിച്ചു കയറി. ചോരയുറഞ്ഞു പോകുന്നത്രയും തണുപ്പ് നിറഞ്ഞ ആ കാറ്റിനെ കീറി മുറിച്ച് നടക്കുമ്പോഴാണ് ജോസ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. തൻ്റെ പിന്നാലെ ആരോ നടക്കുന്നത് പോലെ. അരയിലെ പിച്ചാത്തിയിൽ മുറുകെ പിടിച്ചുകൊണ്ട് ജോസ് തിരിഞ്ഞ് കയ്യിലെ മൊബൈൽ ടോർച്ച് തെളിച്ചു നോക്കി. ആരുമില്ല എന്ന് കണ്ട് ചുണ്ടിലൊരു പരിഹാസച്ചിരിയുമായി അയാൾ നടക്കാൻ തുടങ്ങി. ഏതാനും ചൂട് മുന്നോട്ട് വെച്ചപ്പോഴാണ് പിന്നെയും ജോസിന് ആ തോന്നലുണ്ടായത്. നേരായും തൻ്റെ പിന്നിൽ ആരോ ഉണ്ട്. തന്നോട് അത്രയും ചേർന്ന് ആരോ. ആരുടെയോ ചുടുനിശ്വാസം തൻ്റെ പിൻകഴുത്തിൽ തട്ടുന്നതറിഞ്ഞ് ചെറുതായൊന്ന് അയാൾ ഭയന്നു. ആ ശ്വാസം കട്ടച്ചോരയുടെ അസഹ്യമായ ഗന്ധമായിരുന്നു. അതോടൊപ്പം ഇടതു ചുമലിൽ ആരുടെയോ കരസ്പർശം. തണുത്തുറഞ്ഞൊരു കൈയുടെ ബലം താങ്ങാനാവാതെ അയാൾ നടക്കാൻ ബുദ്ധിമുട്ടി. ഭയത്തോടെയാണെങ്കിലും പെട്ടെന്ന് അയാൾ തിരിഞ്ഞു നോക്കി. ഇല്ല, അവിടെയെങ്ങും ആരുമില്ല. പക്ഷെ ജോസിന് മനസ്സിലായി, തൻ്റെ തോന്നലല്ല, തന്നെ കൂടാതെ ഇവിടെ ആരോ ഉണ്ട്. അരയിൽ നിന്ന് പിച്ചാത്തിയെടുത്ത് നീട്ടിപ്പിടിച്ചുകൊണ്ട് അയാൾ അലറി. ഏത് നായ്ക്കുണ്ടായവനാടാ? ആരായാലും ആണിനെപ്പോലെ നേരെ വാ. പെട്ടെന്നാണ് പിന്നെയും ഭയാനകമായ ശബ്ദത്തിൽ അവിടെ ഒരു ഇടിവെട്ടിയത്. വേച്ചുപോയ ജോസ് ഒരു കാപ്പിച്ചെടിയുടെ വേരിൽ തട്ടി മലർന്നടിച്ചു വീണു. അവിടെ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോഴാണ് അയാളത് കണ്ടത്. ഇടിമിന്നലിൽ തീപിടിച്ച് കത്തിയാളുന്ന കാപ്പിത്തോട്ടത്തിന് നടുവിൽ തീ പാറുന്ന കണ്ണുകളുമായി തന്നെ നോക്കി നിൽക്കുന്ന ഒരു സ്ത്രീ രൂപം. രക്തം കട്ടപിടിച്ച് കറുത്ത മുഖത്ത് ചോരയിട്ടുന്ന കണ്ണുകളുമായി ഒരുവൾ. കണ്ണുകളിൽ രൗദ്രതയുമായി ആ രൂപം ജോസിന്റെ അടുത്തേക്ക് പാഞ്ഞു. കിടന്ന കിടപ്പിൽ നിന്നും എഴുന്നേൽക്കാൻ കഴിയാതെ പിന്നോട്ട് ഇഴഞ്ഞുപോയി ജോസ്. വീശിയടിച്ച കാറ്റിൽ പിഴുതുപോയൊരു കാപ്പിച്ചെടി അയാളുടെ തലയ്ക്ക് മീതെ വന്നു വീണതും അലറിക്കരഞ്ഞുകൊണ്ട് ജോസ് കഴുത്തിലെ സ്വർണ്ണക്കൊന്തയിൽ പിടിച്ചുകൊണ്ട് ആ രൂപത്തിന് നേരെ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി. ഉടനെ അന്തരീക്ഷത്തിന്റെ ഭാവം മാറാൻ തുടങ്ങി. കാപ്പിപ്പൂക്കളുടെ ഗന്ധത്തിനുമേലെ ചീഞ്ഞളിഞ്ഞ ശവശരീരത്തിന്റെ ഗന്ധം അവിടെയാകെ പരക്കാൻ തുടങ്ങി. ജോസ് തൻ്റെ പ്രാർത്ഥന ഉറക്കെ ഉറക്കെ ചൊല്ലി. കൊന്തയിലെ കുരിശ് രൂപം തൻ്റെ മുന്നിലുള്ളവൾക്ക് നേരെ നീട്ടിപ്പിടിച്ചു. അതിശക്തമായ ദൈവിക വചനങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആ കാപ്പിത്തോട്ടത്തെ ഒന്നാകെ പിടിച്ചുകുലുക്കും വിധം അലറിക്കൊണ്ടവൾ അയാൾക്ക് നേരെ ആക്രോശിച്ചു. നിന്റെ ജീവനെടുക്കാൻ ഞാൻ ഇനിയും വരും. ഈ കൈകൾ കൊണ്ട് തന്നെ നിന്നെ ഞാൻ കൊല്ലും. എനിക്കത് കഴിഞ്ഞില്ലെങ്കിൽ കാലം നിന്നോട് പകരം ചോദിക്കും. അത്രയും പറഞ്ഞുകൊണ്ടവൾ വായുവിൽ അലിഞ്ഞില്ലാതായി. അന്തരീക്ഷം ക്രമേണ പഴയതുപോലെയായി. കത്തി അരയിൽ വെച്ച് മുണ്ടുമുറുക്കിയെടുത്ത് ജോസ് നിലത്ത് നിന്ന് എഴുന്നേറ്റു. കുടിച്ച കള്ളിൻ്റെ കെട്ടിറങ്ങിയതുകൊണ്ട് ആ ദേഷ്യത്തിൽ അയാൾ പിറുപിറുത്തു. ജോസിനൊട്ടുണ്ടാക്കാൻ മനുഷ്യനെന്നല്ല ഒരു പിശാചിനും പറ്റുകയില്ല. അത്രയും പറഞ്ഞുകൊണ്ട് അയാൾ മുന്നോട്ട് നടന്നതും പെട്ടെന്നാണ് ആ ഇരുട്ടിൽ നിന്നൊരു പട്ടി കുരച്ചുകൊണ്ട് അയാൾക്ക് നേരെ ചാടിയത്. തിളങ്ങുന്ന കണ്ണുകളും ചുവന്ന നാവുമായി തൻ്റെ നേർക്ക് കുതിക്കുന്ന നായയെ കണ്ട് ജോസ് ഓടി. നീണ്ടു പരന്നു കിടക്കുന്ന കാപ്പിത്തോട്ടങ്ങൾക്ക് നടുവിലൂടെ ഓടി ഓടി ജോസ് ചെന്ന് നിന്നത് ഒരു വെളുത്ത പജേറയുടെ മുന്നിലാണ്. അവിടെ അവനെ കാത്തെന്നോണം ഒരാളുണ്ടായിരുന്നു. കത്തുന്ന കണ്ണുകളുമായി ഒരാൾ. രഘുറാം. ആരടാ നീ എന്ന് ചോദിച്ചുകൊണ്ട് മുന്നോട്ടാഞ്ഞ ജോസിനെ കയ്യിൽ കരുതിയിരുന്ന ഹോക്കി സ്റ്റിക്കിന് അടിച്ചിട്ടുകൊണ്ട് രഘുറാം പറഞ്ഞു. നീ കേട്ടിട്ടില്ലേ ജോസെ 3-ാം ചലന നിയമം? ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും ശക്തവുമായ പ്രതിപ്രവർത്തനമുണ്ടെന്ന്. നീ ചെയ്തൊരു പ്രവൃത്തിക്ക് നിന്നോട് പകരം ചോദിക്കാൻ വന്നവനാണ് ഞാൻ. എൻ്റെ കയ്യിൽ കിടന്ന് ചാവാതെ ചാവുമ്പോൾ നീ അറിയും നീ ചെയ്ത പാപത്തിൻ്റെ വ്യാപ്തി. റാം പറഞ്ഞു നിർത്തുമ്പോഴേക്കും അബോധാവസ്ഥയിലേക്ക് വീണുപോയ ജോസിനെ വലിച്ചുവാരി ഡിക്കിയിലേക്കിട്ട് റാം വണ്ടിയെടുത്തു. ആ ഇരുട്ടിൽ റാമും ജോസും എങ്ങോട്ടോ മാഞ്ഞുപോയി. പിറ്റേന്ന് നേരം പുലർന്നത് ആറ്റുവായ്ക്കൽ ജോസിനെ കാണാനില്ല എന്ന വാർത്തയുമായാണ്.
2 ദിവസമായി ജോസിനെ തിരക്കി പോലീസ് നാടൊട്ടുക്ക് പായുമ്പോൾ ഏറെക്കാലമായി അന്വേഷിച്ച് നടന്നൊടുവിൽ താനത് കണ്ടെത്തിയിരിക്കുന്നു എന്ന ഭ്രാന്തമായ സന്തോഷത്തോടെ രഘുറാം ഹെയർപിൻ വളവുകൾ ഓരോന്നായി കയറുകയായിരുന്നു. വണ്ടി ഓടിക്കുന്നതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് അവൻ ഡാഷ്ബോർഡിൽ വെച്ചിരിക്കുന്ന ആ കുഞ്ഞു സമ്മാനപ്പൊതിയിലേക്ക് നോക്കി കണ്ണു നിറച്ചു. അപ്പോഴും അവൻ്റെ ചുണ്ടിലൊരു ചിരി മായാതങ്ങനെ നിറഞ്ഞു നിന്നു. തനിക്ക് എത്തിച്ചേരാനുള്ള ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് താൻ അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന സന്തോഷത്തിൽ അവൻ ആക്സിലേറ്റർ ആഞ്ഞു ചവിട്ടി തൻ്റെ SUV പായിച്ചു. ആ യാത്രയുടെ അവസാനം നിറയെ കാപ്പിച്ചെടികൾ പൂത്തു മണം പരത്തി നിൽക്കുന്ന ആ മുറ്റത്ത് ചെന്ന് നിൽക്കുമ്പോൾ അറിയാതെ അവൻ്റെ കണ്ണു നിറഞ്ഞു. അവിടെ ആരുടെയോ വരവ് കാത്തുന്ന പോലെ നിന്നിരുന്ന ഒരു കുഞ്ഞു പെൺകുട്ടിയുണ്ടായിരുന്നു. നിലാവ് പോലെ തെളിഞ്ഞ ആ കുഞ്ഞുമുഖത്തെ പളുങ്കു കണ്ണുകളിലേക്ക് നോക്കി റാം സ്നേഹത്തോടെ ചോദിച്ചു, അലീന മോളല്ലേ? ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാളെ കണ്ടതിൻ്റെ പേടിയോടെ ആ കുഞ്ഞ് നിലവിളിച്ചുകൊണ്ട് പിന്നോട്ട് നീങ്ങി. കരയണ്ടാട്ടോ അങ്കിൾ, മോൾക്കൊരു സമ്മാനവുമായിട്ട് വന്നതാ. ദാ. റാം കയ്യിലെ സമ്മാനപ്പൊതി അവൾക്ക് നേരെ നീട്ടി. പക്ഷെ അവളത് വാങ്ങാൻ മടിച്ചങ്ങനെ നിന്നു. ആ കുഞ്ഞിൻ്റെ പേടിച്ചുള്ള ആ നിൽപ്പ് കണ്ടൊരു കുസൃതിച്ചിരിയോടെ റാം കയ്യിലെ സമ്മാനപ്പൊതി അഴിച്ച് അവൾക്ക് നേരെ നീട്ടി. അത് കണ്ടതും മെല്ലെ അവൾ അവനരികിലേക്ക് വന്നു. പിന്നെ ആ സമ്മാനപ്പൊതിയിലേക്കും റാമിൻ്റെ മുഖത്തേക്കും അവൾ മാറി മാറി നോക്കി. മെല്ലെ റാം ആ ഗിഫ്റ്റ് അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. മോൾക്ക് ഇഷ്ടമായോ അങ്കിളിൻ്റെ ഈ ഗിഫ്റ്റ്? ആ 10 വയസ്സുകാരിയുടെ മുഖത്തെ അമ്പരപ്പിലേക്ക് നോക്കിക്കൊണ്ട് അലിവോടെ റാം ചോദിച്ചു. തൻ്റെ കയ്യിലേക്ക് വെച്ച് തന്ന സമ്മാനത്തിലേക്കും രഘുറാമിൻ്റെ മുഖത്തേക്കും മാറി മാറി നോക്കിയിട്ട് ആ അമ്പരപ്പിനിടയിലും അവളൊന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് ക്ഷീണിച്ച സ്വരത്തിൽ പറഞ്ഞു, പരിചയമില്ലാത്ത ആരുടെയും കയ്യിൽ നിന്ന് ഒന്നും വാങ്ങരുതെന്ന അമ്മ പറഞ്ഞേക്കണേ. എന്നാലും അങ്കിൾ തന്ന ഈ ഗിഫ്റ്റ് എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ. അങ്കിൾ ആരാണ്? 10 വയസ്സുള്ളൊരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ ചോദ്യവും ചിരിയും കണ്ട് കണ്ണും മനസ്സും നിറഞ്ഞപ്പോൾ ഒന്നും പറയാനില്ലാത്തവനെ പോലെ രഘുറാം അവൾക്കരികിലിരുന്നു. അവൻ കൊടുത്ത ഗിഫ്റ്റ് ബോക്സ് തുറന്നു നോക്കി സന്തോഷം കൊണ്ട് ആർത്തു ചിരിക്കുന്ന ആ കുഞ്ഞിൻ്റെ വെള്ളാരങ്കല്ല് കണ്ണുകളിലെ ചിരിത്തിളക്കം ആസ്വദിച്ചങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്തത്. പോക്കറ്റിൽ നിന്ന് ഫോൺ തപ്പിയെടുത്ത് ചെവിയോട് ചേർത്ത് വെച്ചിട്ട് ലിറ്റിൽ ബിസി, കോൾ യു ലേറ്റർ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് തിരികെ വീണ്ടും പോക്കറ്റിലേക്ക് തന്നെ വെച്ചിട്ട് അവൻ വീണ്ടും അവളുടെ കളിച്ചിരികളിലേക്ക് ആഴ്ന്നിറങ്ങി. കയ്യിലെ സമ്മാനപ്പൊതിയിലെ കൗതുകം എത്ര കണ്ടിട്ടും മതിവരാത്തതുപോലെ അവൾ കുടുകുടാ ചിരിച്ചുകൊണ്ടിരുന്നു. അങ്കിൾ ചോദിച്ചതിന് മോളൊന്നും പറഞ്ഞില്ലല്ലോ. പക്ഷേ വേണ്ട കേട്ടോ, ഗിഫ്റ്റ് മോൾക്ക് ഇഷ്ടമായെന്ന് അങ്കിളിന് നല്ല പോലെ മനസ്സിലായി. നേരത്തെ പറഞ്ഞില്ലേ അമ്മ വഴക്കു പറയുന്നു. എന്നിട്ട് അമ്മ എന്തേ? കണ്ണുകൾ കൊണ്ട് ചുറ്റും നോക്കി രഘുറാം അത് ചോദിച്ചതും അവളുടെ മുഖത്തു നിന്നും ആ ചിരി മാഞ്ഞു. വെള്ളാരം കണ്ണുകൾ നിറച്ച് അവൾ പറഞ്ഞു, അമ്മ ഈശ്വരൻ്റെ അടുത്ത് പോയിന്ന് അപ്പുറത്തെ സിനിച്ചേച്ചിയാ പറഞ്ഞത്. പോയിട്ട് വേഗം വരുമെന്ന് പറഞ്ഞല്ലോ. അമ്മ വരുമ്പോൾ ഈ സമ്മാനം കാണിക്കണം. അമ്മ ഞെട്ടിപ്പോലപ്പോൾ. വീണ്ടും പുഞ്ചിരിയുടെ നിലാവ് ആ കുഞ്ഞിൻ്റെ മുഖം നിറയ്ക്കുന്നത് കണ്ടപ്പോൾ അവളുടെ ആ പ്രായത്തിന് മാത്രം പറ്റുന്നൊരു കൗതുകം പോലെയാണ് രഘുറാമിന് തോന്നിയത്. ഇടയ്ക്കൊരു കാറ്റ് വന്ന് അവരെ തലോടി കടന്നുപോയി. ഏറെ നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം വീണ്ടും അവളുടെ ചോദ്യമുയർന്നു, അങ്കിൾ ആരാ? മോളെ എങ്ങനെ അറിയാം? അവൾക്ക് താഴെ വെറും നിലത്ത് ചുവരിലേക്ക് ചാരിയിരുന്ന് പതിയെ ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, അതൊക്കെ അറിയാം. അങ്കിളിനോട് ഒരു ചേട്ടനാ പറഞ്ഞത്. അങ്ങ് ദൂരെ ഒരിടത്തൊരു കാന്താരി കൊച്ചുണ്ട്. അലീനയെന്നാണ് അവളുടെ പേര്. നല്ല സുന്ദരി കുട്ടിയാണ്. മാലാകക്കുട്ടിയാണ്. ആ മാലാക കുഞ്ഞിന് അമ്മ മാത്രമേ ഉള്ളൂ എന്നൊക്കെ. അതൊക്കെ കേട്ടപ്പോൾ അങ്കിളിനൊരാഗ്രഹം ഇവിടെ വന്ന് മോളെ കാണാൻ. ചുമ്മാ വരാൻ പറ്റുമോ? അതാണ് മോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഗിഫ്റ്റുമായി അങ്കിൾ അങ്ങ് വന്നത്. അത് കേട്ട് അവൾ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. ആ പൊട്ടിച്ചിരിയിൽ അവനും കൂടെ ചേർന്നപ്പോൾ 4 കണ്ണുകളിലെ കണ്ണുനീർ പനിനീർ കണക്കെ ഉതിരാൻ തുടങ്ങി. ചിരിച്ചുകൊണ്ട് കൈത്തലമുയർത്തി കണ്ണുകൾ അമർത്തി തുടച്ച് അവൻ വീണ്ടും ചിരിച്ചു. പെട്ടെന്നാണ് പിന്നിൽ നിന്നൊരു കൈ വന്ന് അവൻ്റെ തോളിലേക്ക് അമർന്നത്. തിരിഞ്ഞു നോക്കുമ്പോൾ 60-നടുത്ത് പ്രായം തോന്നിക്കുന്ന മെല്ലിച്ചൊരു മനുഷ്യനാണ്. ആരാണ്? ഇവിടെന്താ കാര്യം? വെറുതെ പോകുന്നവർക്ക് കയറാനുള്ള സ്ഥലമല്ല ഇത്. രഘുറാമിൻ്റെ തോളിൽ നിന്ന് കൈയെടുത്ത് ദേഷ്യത്തോടെയാണ് ആ മനുഷ്യൻ പറഞ്ഞത്. മെല്ലെ നിലത്ത് നിന്ന് എഴുന്നേറ്റുകൊണ്ട് രഘുറാം പറഞ്ഞു, ഞാൻ ഈ മോളെ കാണാൻ വന്നതാണ്. അവൾക്കൊരു ഗിഫ്റ്റുമായിട്ട്. പിന്നെ ഓരോന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഇരുന്നതാ. അതിന് ചേട്ടൻ എന്താ? ചേട്ടൻ്റെ വീട്ടിലൊന്നുമല്ലല്ലോ ഞാൻ കയറിയത്. അവൻ പറഞ്ഞത് കേട്ട് കണ്ണുകൾ മിഴിച്ചു നിന്ന അയാളുടെ മുഖത്ത് അപ്പോഴുണ്ടായ വികാരം എന്തെന്ന് രഘുറാമിന് പോലും മനസ്സിലായില്ല. അവൻ്റെ മുഖത്തേക്ക് നോക്കി അമ്പരപ്പോടെ നിൽക്കുമ്പോഴാണ് അയാളും ആ സമ്മാനം കണ്ടത്. ഉള്ളിലുയർന്ന ഭയത്തെ മറച്ചു പിടിച്ചുകൊണ്ട് അയാൾ അലറി, താൻ ആരോട് ചോദിച്ചിട്ട് ആ സെമിത്തേരിയിൽ കയറിയത്? ഇറങ്ങിപ്പോടാ. തനിക്ക് മുന്നിൽ ദേഷ്യം കൊണ്ട് വിറച്ചു നിന്ന ആ മനുഷ്യനെ ഭയത്തോടെ നോക്കിയിട്ട് രഘുറാം പറഞ്ഞു, കുറച്ച് ദിവസമായി ഞാൻ ഈ കുഞ്ഞിനെയും തിരഞ്ഞു നടക്കുന്നു. അതൊരിക്കലും മീഡിയ ആഘോഷമാക്കിയ മുത്തശ്ശനാവാൻ പ്രായമുള്ളൊരുത്തൻ അവൻ്റെ കഴപ്പ് തീർത്ത് കൊന്നുകളഞ്ഞ ഇരയെ കണ്ട് സഹതപിക്കാനല്ല. ദേ, ഈ ഗിഫ്റ്റ് ഇവൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. ഇതായിരിക്കും ഈ കുഞ്ഞും അവളുടെ അമ്മയും ഇപ്പോൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത്. പറഞ്ഞു നിർത്തി ആ കുഞ്ഞുകല്ലറയ്ക്ക് മുകളിൽ നിന്ന് തൻ്റെ ഫോണെടുത്ത് അതിലെ വീഡിയോ ഓപ്പൺ ചെയ്ത് രഘുറാം അയാൾക്ക് നേരെ നീട്ടി.
ഒരു 10 വയസ്സുകാരി അനുഭവിച്ചതിനേക്കാൾ വേദന തിന്ന് ക്രൂരമായൊരു മരണത്തിലേക്ക് അടുത്തുകൊണ്ട് പിടയ്ക്കുന്നൊരുത്തൻ്റെ ചോരയിൽ കുതിർന്ന മുഖവും ജീവനു വേണ്ടിയുള്ള അയാളുടെ നിലവിളികളുമായിരുന്നു അതിൽ. അത് കണ്ട് ഭയത്തോടെ തളർന്നവശനായ ആ പാവം മനുഷ്യൻ ആ വെറും മണ്ണിലേക്കിരുന്നു പുലമ്പി. ജോസ്, അവൻ ചാകണം മോനെ. അവനൊക്കെ ഈ ഭൂമിക്ക് ഭാരമാണ്. പേരക്കുഞ്ഞിൻ്റെ പ്രായമില്ലാത്തൊരു കുഞ്ഞിനെയാണ്. അവനർഹിക്കുന്ന ശിക്ഷ തന്നെയാണിത്. ഇതിൽ കുറച്ചാൽ ആ കുഞ്ഞിൻ്റെ ആത്മാവ് പൊറുക്കുകയല്ല കർത്താവിനോട്. പാവങ്ങളായിരുന്നു മോനെ അലീന മോളും അവളുടെ അമ്മ ലിസിയും. ആകെയുള്ളൊരു കുഞ്ഞിന് ഈ വിധി വന്നല്ലോ എന്നോർത്ത് മനസ്സ് നൊന്ത് കെട്ടിത്തൂങ്ങിച്ചാവുകയായിരുന്നു ലിസി. ആ അമ്മയും മോളും ഇത് കണ്ട് സന്തോഷിക്കട്ടെ. പറഞ്ഞു തീർത്തതും പൊട്ടിക്കരഞ്ഞുപോയ ആ മനുഷ്യനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് രഘുറാം വീണ്ടും ആ വീഡിയോ പ്ലേ ചെയ്ത് ആ കല്ലറയ്ക്ക് മുകളിൽ വെച്ചു. രാത്രി അവൾ ഉറങ്ങിക്കഴിഞ്ഞ് ഞാൻ വന്നെടുത്തോളാം. ഇന്ന് മുഴുവൻ ഈ കുഞ്ഞ് ഇത് കണ്ടും കേട്ടും സന്തോഷിക്കട്ടെ. അയാളോട് അത്രയും പറഞ്ഞ് രഘുറാം നടന്നതും പിന്നിൽ നിന്ന് ആ മനുഷ്യൻ ചോദിച്ചു, ശരിക്കും ആരാണ് നിങ്ങൾ? തിരിഞ്ഞു നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് രഘുറാം അയാളോട് പറഞ്ഞു, നിയമത്തിന് നടപ്പാക്കാൻ കഴിയാതെ പോയ വിധി നടപ്പാക്കാൻ വന്നവനാണെന്ന് കരുതിക്കോളൂ. ദൈവത്തിൽ നിന്ന് നേരിട്ടെടുത്തതാണ് ഞാൻ ഈ കൊട്ടേഷൻ. ന്യൂട്ടൻ്റെ 3-ാം ചലന നിയമത്തിൽ വിശ്വസിക്കുന്നൊരുവൻ. അത്രയും പറഞ്ഞ് അയാളുടെ കയ്യിലൊരു പത്രക്കഷ്ണവും വെച്ചുകൊടുത്ത് സെമിത്തേരിയുടെ ഗേറ്റ് തുറന്ന് ഇറങ്ങിപ്പോകുന്ന രഘുറാമിനെ അമ്പരപ്പോടെ നോക്കി അയാൾ നിന്നു. ആ കടലാസിലെന്താണെന്നറിയാൻ അയാളത് നിവർത്തി. അതൊരൊറ്റക്കോളം വാർത്തയായിരുന്നു. 10 വയസ്സുള്ള കുഞ്ഞിനെ പീഡിപ്പിച്ചു കൊന്ന കേസിൽ തെളിവുകളുടെ അഭാവത്തിൽ 60-കാരനെ കോടതി വെറുതെ വിട്ടു എന്ന തലക്കെട്ടോടുകൂടിയ ഒറ്റക്കോളം വാർത്ത. ഒരു ഞെട്ടലിൽ നിന്ന് പുറത്തു കടക്കാനാവാതെ കയ്യിൽ ആ പത്രക്കടലാസം പിടിച്ചങ്ങനെ ആ വൃദ്ധൻ നിന്നു. പെട്ടെന്ന് എങ്ങു നിന്നെന്നറിയാത്തൊരു കാറ്റ് ആ സെമിത്തേരിയാകെ വീശിയടിച്ചു. ആ കാറ്റിനൊപ്പം ഒരു പെൺകുട്ടിയുടെ പൊട്ടിച്ചിരി കേട്ടതും ആ വൃദ്ധൻ ഒരു ഉൾക്കിടിലത്തോടെ തിരിഞ്ഞു നോക്കി. സെമിത്തേരിക്കുള്ളിൽ കണ്ട കാഴ്ച, സ്വന്തം കല്ലറയ്ക്ക് മുകളിലിരുന്ന് തന്നെ ഇല്ലായ്മ ചെയ്തവൻ പിടഞ്ഞു ചാകുന്നത് കണ്ട് ആർത്തു ചിരിക്കുന്ന അന്ന. അവളുടെ ആ സന്തോഷത്തിൽ കണ്ണു നിറച്ച് അവളുടെ നെറുകയിൽ തലോടി കൂടെയിരിക്കുന്ന അമ്മ ലിസി. ആകെ തരിച്ച് കണ്ണുകൾ കലങ്ങി കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയിൽ സന്തോഷിക്കണോ അതോ ഭയക്കണോ എന്നറിയാതെ ആ പാവം അങ്ങനെ നിൽക്കുമ്പോൾ വീശിയടിക്കുന്ന കാറ്റിൽ അയാളുടെ കയ്യിലെ ആ കടലാസ് കഷ്ണം പറന്ന് അലീനയുടെ കല്ലറയ്ക്ക് മുകളിലേക്ക് വീണു.